നെന്മാറയിൽ ഒത്തിരി പ്രാവശ്യം വന്ന് ഞങ്ങൾ ആർ കൃഷ്ണൻകുട്ടി, ജോയി പാമ്പാടി, വള്ളം വർഗീസ് ഞങ്ങളെല്ലാം വന്ന് പ്രവർത്തിച്ച് ക്യാമ്പ് നടത്തിയ സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു സഭാ കുടിയൊരുവ് ആരംഭിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ബിജു സി ജോണിന് കർത്താവ് കൃപ കൊടുത്തു. അത് ഓർത്തുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഈ ക്യാമ്പുകൾ നടത്തി പ്രവർത്തിച്ച എല്ലാ മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ സഭാ കുടിയൊരുകളും ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുഖാന്തരമല്ല, അവിടെ സുവിശേഷകന്മാർ വന്ന് പ്രവർത്തിച്ച് അത് ഫലമായിട്ട് കുടിയൊരുവുകൾ ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നാം എല്ലാവരും എപ്പോഴും വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. എബ്രായ ലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ്. എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന അവിടെ ഒരു സഭയുണ്ട്. ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പല തെളിവുകളുണ്ട്. ആ അപ്പോസ്തലൻ അവർക്ക് എഴുതിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് തൻ്റെ കർത്താവിൻ്റെ നിസ്തുല്യത വ്യക്തമായി തെളിയിക്കപ്പെടുന്നതും, താൻ പവിത്രനാണ്, തന്നെക്കുറിച്ച് ഉള്ള അനേക പദപ്രയോഗങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ പഠിക്കാൻ തക്കവണ്ണം കഴിയും. പിന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 11-ാം അധ്യായത്തിൽ 40 വാക്യങ്ങളുണ്ട്. ആ 40 വാക്യങ്ങളിൽ 26 പ്രാവശ്യം വിശ്വാസികൾ ആ ദൈവത്തിൻ്റെ മക്കൾ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഭാഗങ്ങളാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ. അവിടെ സാക്ഷിയുടെ വലിയൊരു സമൂഹത്തെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു സമൂഹത്തെ നിർത്തി അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ചെയ്യുന്നൊരു വാക്കാണ്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവമിട്ട് എന്ന് അവിടെ നാം വായിക്കുന്നത്. വലിയൊരു സമൂഹത്തെ നമുക്ക് ചുറ്റും നിർത്തിയതിന് ശേഷം ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ആകയാൽ ഞങ്ങൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എന്ത് ചെയ്യണം, വിടണമെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുകളയേണ്ടതായിരിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. കാരണം സകല ഭാരവും പാപവും എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ സംബന്ധിക്കുന്നതാണെങ്കിലും ഞാൻ ഒരു വാക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭാരം ചുമക്കുന്ന ഈ കർത്താവ് ഈ വാക്ക് പറയുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യഹൂദന്മാരും യഹൂദ മതാനുസാരികളും യെരൂശലേം ദേവാലയത്തിലേക്ക് ആടുകൾ, അതുപോലെ തന്നെ മാടുകൾ, അതുപോലെ പ്രാവുകൾ, ഇങ്ങനെയുണ്ടായിരിക്കുന്ന ഇതെല്ലാം കൊണ്ട് യാഗം കഴിക്കുവാൻ വേണ്ടി വലിയൊരു ജനസമൂഹം പോവുകയാണ്. അധ്വാനിച്ചുകൊണ്ട് പോവുകയാണ്. അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. കർത്താവായ വിളി നാം മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഭാരം ചുമക്കുന്നവരെ കുറിച്ച്, പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരെ കുറിച്ച് കർത്താവ് ഓർപ്പിക്കുന്ന അതിപ്രധാനമായ വാക്കിൽ ഒന്നാണ് യെരൂശലേം തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരും. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും പറയുവാനും കഴിഞ്ഞിട്ടില്ലാത്തതും കഴിയാത്തതുമായിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ നാം വായിക്കുന്നത്. എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ, പാപത്തിൻ്റെ ആ ചുമട് ഒന്ന് ഇറക്കി വയ്ക്കുവാൻ വേറെ ലോകത്തിൽ ഒരു മാർഗവുമില്ല. ഒരു പുസ്തകത്തിലും
മറ്റേത് വേദഗ്രന്ഥത്തിൽ നോക്കിയാലും നമ്മുടെ പാപത്തിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ മതിയായിരിക്കുന്ന ഒരു വാക്യം കാണിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവിടെ എല്ലാം ശാരീരികമായിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് പാപത്തിന്റെ ഭാരം ചുമക്കുന്ന അവരോട് ഓർപ്പിക്കുകയാണ്, എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ മതിയായവരാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ആശ്വാസം പ്രാപിക്കാത്ത ആരും ഉണ്ടായിട്ടില്ല. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടുക എന്നാണെന്ന് അവിടെ വായിച്ചത്. ഒരിക്കൽ ഒരു അമ്മച്ചി, അന്ന് കാലങ്ങൾക്ക് മുമ്പാണ്, വിറക് പെറുക്കി കെട്ടുകളാക്കി കെട്ടിയാണ് കടകളിൽ കൊണ്ട് വിറ്റ് കാശാക്കിയാണ് ഉപജീവിക്കുന്നത്. ഒരിക്കൽ കബരത്തിലേക്ക് പോയി വലിയൊരു ഭാണ്ഡവുമായി തലയിൽ വെച്ച് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാളവണ്ടിക്കാരൻ വരെ പോകുന്നതായി കണ്ടു. അദ്ദേഹത്തിന് സഹതാപം തോന്നി. ഈ അമ്മച്ചി വലിയൊരു കെട്ടുമായിട്ട് തലയിലൂടെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ കാളവണ്ടിക്കാരൻ വണ്ടി അവിടെ നിർത്തി അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഈ വണ്ടിയിലേക്ക് ആ ചുമടെടുത്ത് വെക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് പിടിച്ച് ആ വണ്ടിയിലേക്ക് ചുമടെടുത്ത് വെച്ചു. അമ്മച്ചിയോട് പറഞ്ഞു, ഈ വണ്ടിയെ കയറിയിരിക്കെ, നിങ്ങൾക്ക് അവിടെ ഇറങ്ങണം, അവിടെ വീട്ടിൽ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി അതിൽ കയറിയിരുന്നു. കാളവണ്ടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ ആ കെട്ട് അമ്മച്ചിയുടെ തലയിൽ വീണ്ടും ഇരിക്കുകയാണ്, എടുത്തു വെച്ചിരിക്കുകയാണ്. അയാൾ അത്ഭുതപ്പെട്ടു പോയി. എന്തായി ചെയ്യുന്നത്? അമ്മച്ചി എന്താ ചെയ്യുന്നതും? എൻ്റെ അമ്മച്ചിയെ കെട്ട് തലയിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. മോനെ, കാള എന്നെ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്തൊരു ഭാരമാണ്, എൻ്റെ ചുമട് ചുമക്കണ്ടെന്ന് കരുതിയാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഇന്ന് അനേകം ആളുകളും എൻ്റെ ചുമട് ചുമക്കണ്ട എന്ന് കരുതി കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗ്രഹിക്കാതെ, സ്വീകരിക്കാതെ, ചുമട് ഇറക്കി വയ്ക്കാതെ പാപത്തിൻ്റെ ചുമടുമായിട്ട് പേറി അനേക സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. തെക്കുള്ളവർ വടക്കോട്ട് പോകും, വടക്കുള്ളവരൊക്കെ തെക്കോട്ട് വരും. യാത്ര തന്നെയാണ്. എന്തിന്? അല്പം ആശ്വാസം കിട്ടണം. എൻ്റെ പ്രിയപ്പെട്ടതിനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവര് എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഒരു സുവിശേഷ പ്രസംഗമെല്ലാം കേട്ടു. ഞാൻ വീട്ടിൽ വന്ന് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ രാത്രി കിടക്കുകയാണ്. ആ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു, നീ ഇന്ന് മരിച്ചാൽ അവിടെ പോകും. ഞാൻ കരഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ഞാൻ യേശുവിനോട് പാപത്തേറ്റ് പറഞ്ഞു. ഞാൻ യേശുവിനെ കർത്താവ് എൻ്റെ ഹൃദയത്തെ സ്വീകരിച്ചതായിട്ട് ഇപ്പോഴും അതുപോലെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വരെ മരണഭയം ഉണ്ടായിട്ടില്ല. മരിച്ച കർത്താവിൻ്റെ അടുക്കൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി. ഇത് മാത്രമാണ് എനിക്ക് എൻ്റെ ഉദ്ദേശം. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിച്ചത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇറക്കി വയ്ക്കുവാൻ മതിയായിരിക്കുന്ന ഒരു അത്താണിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ വായിക്കുന്ന, ആകയാൽ സാക്ഷിയെടുത്ത വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നാണ്? എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അതായത് പാപത്തിന്റെ ഭാരം ഇറക്കി വയ്ക്കാതെ ഓടിയാൽ ജയിക്കില്ല. ഷൈനി എബ്രഹാം ലേസമജൻസിൽ പാടി ഓടി നന്നായിട്ട് ഓടുന്ന ഒരു പെൺകുട്ടിയാണ്. ഓടി ഇന്ത്യയിൽ അത് ജയിച്ചു. ഇന്ത്യൻ പതാക പാറിപ്പറന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊരു പൊട്ടിക്കരച്ചിൽ. എന്താ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം? ഓടിയത് വല്ലവൻ്റെയും ട്രാക്കിൽ കയറിയാണ്. ഓടി ജയിച്ചു, പക്ഷേ ഓടി ജയിച്ചത് വല്ലവൻ്റെയും ട്രാക്കിലായിരുന്നു. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു. ഇന്ന് അങ്ങനെ ഓടുന്ന അനേകരുണ്ട്. ഞാൻ ഇവിടെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഓടുക, നടക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വേദഭാഗം ക്രിസ്തീയ ജീവിതത്തെയാണ് കാണിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം എന്താ വായിക്കുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ വായിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും
പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അപ്പോൾ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന കാര്യം. ഒന്ന്, യേശുവിൻ്റെ അടുക്കൽ പാപത്തിൻ്റെ ഭാരം ഇറക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ആ വേദഭാഗം ചൂണ്ടിക്കാണിക്കുകയാണ്. പാപത്തിൻ്റെ ഭാരം നാം ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ക്രിസ്തീയം എന്ന് പറഞ്ഞത്. ഇപ്പം സ്നാനപ്പെടുന്നത്, സ്നാനം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, അവരെന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിൽ പോകുന്നവരായതുകൊണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മക്കളാകാനല്ല, മക്കൾ ആയതുകൊണ്ട്. ഒരാൾക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ പറയണ എന്നെ മക്കളാക്കി തരുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മക്കളാണ്. ആ മാതാപിതാക്കന്മാർ അനുസരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒന്നാണ് സ്നാനം എന്നുള്ളത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, സ്വർഗത്തിൽ പോകുന്നവർ ചെയ്യേണ്ടതാണെന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. എന്താ ഈ മുറുകെ പറ്റുന്ന പാപം? അത് വിശ്വാസങ്ങളുടെ ബന്ധത്തെ ചിന്തിക്കാൻ മതിയായിരിക്കും. വാക്കണം. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. ഇവിടെ നാം വായിക്കുന്നത് ആകെ എന്ത് ചെയ്യുന്ന സകല ദുഷ്ടതയും. ഇന്ന് ലോകത്തിൽ ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മകൻ വല്യച്ഛനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, മദ്യപിച്ച് ലഹരിയിൽ ആറാടി നടക്കുന്ന ഒരു കേരളത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഇവിടെ നാം വായിക്കുന്നത് ആകയാൽ അവിടെ വായിക്കുന്നത് എന്ത് ചെയ്യുന്ന അസൂയ, സകല നുണയും ചതിവ്, ഇതെല്ലാം എന്ത് ചെയ്യണമെന്നോ ഇതെല്ലാം നീക്കിക്കളയണമെന്നാണ് വായിക്കുന്നത്. നാം ആദ്യം ഓർത്തത് യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചാണ്. ഇവിടെ നാം വായിക്കുന്നത് അത് പോരാ. ആ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു ശിശുവാണ്. അവ വളരേണ്ടത് ആവശ്യമാണ്. വളരുവാൻ വേണ്ടി മായമില്ലാത്ത പാല് കുടിക്കുന്നതിന് മുൻപ് അവൻ എന്ത് ചെയ്യണമെന്നാണ് അവിടെ വായിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, പിന്നെ അസൂയയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അസൂയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല സാരി ഉടുത്താൽ മറ്റേ കുട്ടിക്ക് അസൂയായിരിക്കും. അവള് വലിയ നല്ല സാരി ഉടുത്തോണ്ടാ, വലിയ പിടിച്ച സാരി. ഒരു നല്ല ഷർട്ട് ഇട്ടാൽ വേറെ ആൾക്ക് അസൂയായിരിക്കും. എന്നാ പറയുന്നത്, ഒരു വണ്ടി വാങ്ങിച്ചാൽ മറ്റൊരാൾക്ക് അസൂയായിരിക്കും. അസൂയ, നല്ല അസൂയുണ്ട് കേട്ടോ. ഞാനൊരു ലേഖനം എഴുതി. ഞാനൊരു മാസികയുടെ ചീഫ് എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെ എഴുതേണ്ടതായിട്ട് വരുന്നു. ആ ലേഖനത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നല്ല അസൂയുണ്ട്, ചീത്ത അസൂയുണ്ടെന്നാണ്. നല്ല അസൂയ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? ഇപ്പോൾ ഇതൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം കണ്ട് ഇതിനേക്കാൾ വലിയൊരു ബിൽഡിങ് പണിയാണെങ്കിൽ അത് നല്ല അസൂയ. ഇതിനേക്കാൾ ഒരു കുട്ടിക്ക് 90 മാർക്കുണ്ട്, വേറെ കുട്ടി അതിനെ കൂട്ട് അസൂയപ്പെട്ടു, ഞാൻ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കും, 95 മാർക്ക് വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ ആ അസൂയ നല്ലതല്ലേ? അപ്പോൾ നല്ല അസൂയാണ്, ചീത്ത അസൂയാണ്. ഇതെല്ലാം ഇവിടുത്തെ അസൂയ എന്ന് പറയുന്നത് ചീത്ത അസൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നീക്കിക്കളയണം. നീക്കിക്കളഞ്ഞ് അവിടെ വായിക്കുന്ന വേറൊരു വാക്ക് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് മായമില്ലാത്ത പാല് കുടിക്കണം. നമ്മുടെ സമയം കൂടി ഒന്ന് പറയണേ. മായമില്ലാത്ത പാല്. ഇന്ന് മായമില്ലാത്ത പാല് കിട്ടുമോ? എവിടെ കിട്ടുന്നത്? യാതൊരു സ്ഥലത്തും കിട്ടും. എൻ്റെ അമ്മയുടെ കൊച്ചുണ്ടായ അമ്മയുടെ പാല് ശുദ്ധമായ പാലായിരിക്കും. അതും വിഷമാണെന്നാണ് പറയുന്നത് എപ്പോഴും. കാരണം മറ്റ് മരുന്നുകളെല്ലാം കഴിച്ച് അതിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നത്.
അങ്ങനെ നല്ല പാല് കിട്ടാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, മായം ചേർക്കാത്ത, മായമില്ലാത്ത. ഈ തിരുവെഴുത്തിൽ എത്ര മായങ്ങൾ ചേർത്തിരിക്കുന്നത്! കാരണം ഇത് പഠിപ്പിക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്, അല്ലേ? എന്നാൽ സത്യവചനം വ്യാജമായി പ്രസംഗിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, മായമില്ലാത്ത പാല് ഏതാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ത് ചെയ്യണം? അത് അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നാൾതോറും നാം പഠിച്ചില്ല എങ്കിൽ, നാം മനസ്സിലാക്കിയില്ല എങ്കിൽ, ഉപദേശ വിഷയങ്ങൾ നാം മനസ്സിലാക്കിയില്ലെങ്കിലും അവിടെയും വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് അവിടെ യഥാർത്ഥമായ സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുന്നവർ വേണം, പഠിക്കുന്നവരും വേണം. ഈ തിരുവെഴുത്തിൽ വേറെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കണം. മായമില്ലാത്ത പാല് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു കുഞ്ഞുണ്ടായാൽ ആ അമ്മയുടെ ഉത്തരവാദിത്വം കുഞ്ഞിന് പാല് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ സഭയിൽ ശുശ്രൂഷകന്മാർ മായമില്ലാത്ത പാല് അവിടുത്തെ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വായിക്കുന്നത്, ആകയാൽ സകലദുഷ്ടതയും വ്യാജഭാവം അസൂയ നുണ എല്ലാം നീക്കിക്കളയണം. എല്ലാം നീക്കിക്കളഞ്ഞ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നാം വായിക്കുമ്പോൾ മുറുകെ പറ്റുന്ന പാപം, അത് നാം എങ്ങനെ നമുക്കറിയാം. എത്ര കുളിച്ചാലും പിന്നെയും ഒന്ന് നോക്കിയാൽ നമ്മുടെ ദേഹത്ത് പിന്നെയും, അല്ലേ, എത്ര വലിയ സോപ്പിട്ട്, എത്ര വില പിടിച്ച സോപ്പിട്ട് കുളിച്ചാലും പിന്നെയും നമ്മുടെ അവിടെയൊക്കെ നിജം നോക്കുമ്പോൾ അവിടെ കേൾക്കുകയാണ്. മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, നാം ദിനംതോറും ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആ വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, അറിയാതെ അങ്ങ് പറയും. ഒരിക്കൽ സഹോദരൻ വന്നു, അദ്ദേഹം എപ്പോൾ നോക്കിയാലും സ്തോത്രം 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 പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സഹോദരൻ എപ്പോഴും പറയണ്ട, ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ പോലെ ചോദിച്ചപ്പോഴേ, ഇത് ഞാൻ അങ്ങ് പരിചയിച്ചു പോയി എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞങ്ങ് പരിചയിച്ചു പോയി. അങ്ങനെ പരിചയിച്ചിരിക്കുന്ന അനേക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവ നീക്കിക്കളയുവാനാണ് ഇവിടെ നാം വായിക്കുന്നത്. നീക്കിക്കളഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ വചനമാകുന്ന ആ പാല് കുടിച്ച് വളരുവാൻ നാം ഒരുമിടേണ്ടത് വളരെ ആവശ്യമാണെന്ന് ഈ ഭാഗം ഓർപ്പിക്കുകയാണ്. ഓടുക. ഓടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഓടുക, നടക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്ന ഒന്നാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയുന്ന ഒന്നുണ്ട് കാര്യം, എങ്ങനെ ഓടണം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അധികം പറഞ്ഞ് ഓർപ്പിക്കുന്നില്ല. എങ്കിലും ഒരു വാക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9 അധ്യായം 26 വാക്യം എന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 9:26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുറ്റുയുദ്ധം ചെയ്യുന്നത്. ഇവിടെ നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നയിക്കുന്നത്, ഞാൻ ഓടുന്നത് അതെ ആകാശത്തെ പോലെയല്ല, നിശ്ചയമില്ലാത്തവരെ പോലെയല്ലെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഓണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യം തെറ്റാതെ വേണം നാം ഓടുവാനെന്ന് ഈ ഭാഗം വ്യക്തമായി ഓർപ്പിക്കണം. നമുക്കറിയാം, ഒരിക്കൽ ലോത്തും തൻ്റെ ഭാര്യയും 2 മക്കളും ഓടി, അല്ലേ? അവിടെ വലിയ തീപ്രളയമായപ്പോൾ അവരവിടുന്ന് ഓടിപ്പോയി. ഓടുന്നത് ശരിയാണ്. എന്നാൽ ഇപ്പം എന്ത് പറ്റൂ? അത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞ് ഓക്കെ. ഉപ്പ് എന്താ വായിക്കുന്നത് എനിക്കറിയാമല്ലോ, അല്ലേ? ഉപ്പ് ഇന്നും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും
നാം ഓടുന്നത് ലക്ഷ്യത്തോടെ ഓടണം എന്ന കാര്യം ഉറപ്പിക്കുക. ക്രിസ്തീയ ജീവിതം ഇതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ, സ്നേഹിക്കുന്ന കാര്യത്തിൽ, പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് നാം ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലക്ഷ്യത്തോടെ ഓടണം. വേറെ വാക്ക് നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലാണ് 3:14 വാക്യം എന്താ വായിക്കുന്നത്? ഫിലിപ്പിയർ 3:14. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാറ്റിലേക്ക് ഓടും. ഇവിടെ നാം വായിക്കുന്നത് ഈ ഓട്ടത്തിൽ എന്ത് ചെയ്യണം? പിൻപിലുള്ളത് മറക്കണം. പിൻപിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് അനേകർക്ക് യേശുവിനെ കർത്താവായി സ്വീകരിച്ചുവെങ്കിലും പിൻപിലുള്ളത് മറന്ന് മുന്നോട്ട് വരുവാൻ പ്രയാസമാണ്. ഞങ്ങൾക്ക് ഒരു ദേശമുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി കാര്യമുണ്ട്. പിൻപിലുള്ളത് മറക്കുവാൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഓടുവാൻ കഴിയുന്നില്ല, മുന്നോട്ട് വരുവാൻ കഴിയുന്നില്ല. പിൻപിലുള്ളത് മറക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നാം ക്രിസ്തു നയിക്കുമ്പോഴും പിൻപിൽ എൻ്റെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, എനിക്ക് വിട്ടുപോരാൻ കഴിയുകയില്ല. അനേകർ വേർപെടാത്തതിൻ്റെ കാരണം യേശുവിനെ അംഗീകരിച്ച് ശരിയാണ്, എന്നാൽ അവരുടെ പാരമ്പര്യം വിടുവാൻ അവർ കഴിയുന്നില്ല. ബൈബിളിലൊരു വാക്കുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നാം പലപ്പോഴും അയ്യോ എൻ്റെ അമ്മാച്ചൻ തിരുമേനിയാണ് എന്നൊക്കെ പറഞ്ഞു പിന്മാറുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഓർപ്പിച്ചത്, എൻ്റെ പിതാവ് സുവിശേഷകനായിരുന്നു, അതായത് യാക്കോബ സഭയിൽ. എന്നാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ ബൈബിൾ വായിക്കാതെ പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബൈബിൾ വാങ്ങിച്ചു വന്നു. അതിലെഴുതിയിട്ടുണ്ട് വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഏതായാലും യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. എന്നാൽ എൻ്റെ പിതാവ് സ്നാനപ്പെട്ട സമയത്ത് കൊല്ലുന്നതിന് വേണ്ടി ആ സഭ നേതാക്കന്മാർ ഒരുക്കി വന്നു. കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രൊഫസർ P.P. സ്കറിയയുടെ പിതാവും ഒന്നും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഉപദ്രവിച്ചു. വലിയൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് വന്നു. ഞാൻ ഓർപ്പിച്ചത്, പിതാക്കന്മാർ കഷ്ടവും നഷ്ടവും പിതൃപാരമ്പര്യമൊക്കെ വിട്ടിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രിയ സഹോദരൻ, നോക്കുക, കർത്താവിൻ്റെ മകൻ എല്ലാം വിട്ട് മുന്നോട്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, പിൻപിലുള്ളത് മറന്നില്ല എങ്കിൽ മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യയുടെ ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 9 വായിച്ചൊരു ഭാഗം തന്നെ 24 വാക്യം ഒന്ന് വായിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവനെ വിരുദ്ധ പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. നിങ്ങളും ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. സ്വർഗത്തിൽ പോകാനല്ല, സ്വർഗത്തിൽ പോകുന്നവരായതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കിരീടം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. അവിടെ ചേർന്നൊരു വാക്കാണ് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 2 തിമോഥെയോസ് 4-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്നതാണ്. 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കാത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ആ ട്രാക്കിലൂടെ പുസ്തകം പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ അതവിടെ ഒരു കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുകൊണ്ട്. ദൈവത്തിൻ്റെ പ്രമാണം കാത്തുകൊണ്ടാണ് നാം ഓടേണ്ടത്, അല്ലാതെ എങ്ങനെയെങ്കിലും ഓടുകയല്ല. ഷെനിയബ്രാഹിനെ പോലെ എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം?
ദൈവത്തിൻ്റെ വചനപ്രകാരം നാം മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് നമുക്ക് ഒത്തിരി അറിയാം, വാക്കുകൾ അറിയാമല്ലോ. തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണെന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു വീരപുരുഷനാണ്. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഓട്ടം തികച്ചൊരു വ്യക്തിയാണ്. നാം പറയുകയാണ്, എനിക്ക് വേണ്ടി ഒരു കിരീടം ഇവിടെയുണ്ട്. ഞാനന്ന് കഷ്ടതയിലാണ്, ജയിലിലാണ്, അനേക പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ച വ്യക്തി. ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ വാളിൻ്റെ വായ്ത്തലകിൻ്റെ കഴുത്ത് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു മഹൽ വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. താൻ നല്ല പോർ പൊരുതു, ഓട്ടം ജയിച്ചു, വിശ്വാസം കാത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഓടേണ്ടത് ഒരാളെ നോക്കിയാണ്. ആ 12-ാം അധ്യായം എബ്രായർ 12:2 വാക്യം വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെയാണ് നോക്കേണ്ടത്. ഈ ഓട്ടത്തിൽ സഭാപ്രതി അല്ല നോക്കേണ്ടത്. ഈ ഓട്ടത്തിൽ അവൾ എങ്ങനെയുണ്ട്, അവൻ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഓട്ടത്തിൽ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആരെ നോക്കണം? അവൻ യേശുവിലേക്ക് നോക്കണം. നാം വായിക്കുന്നുണ്ട്, നമുക്കില്ല അതിലേക്ക് നോക്കിയവർ പ്രകാശിതരായുള്ള മുഖം ലജ്ജിച്ചു പോയതില്ല. യേശുവിനെ നോക്കിയാണ് നാം ഓടേണ്ടത്. മറ്റെവിടെയും നോക്കി ഓടിയാൽ ഓട്ടം തെറ്റും. ഒരു പഴയ ഒരു പാട്ടിൻ്റെ ഒരടി ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയാണ്: കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി കൊണ്ടുപോയി. അയ്യോ, കാക്കച്ച് കൊത്തി കൊണ്ടുപോയി. കാത്തു സൂക്ഷിച്ചു, പക്ഷേ എന്ത് ചെയ്തില്ല? അത് കാക്ക വേണ്ടതുപോലെ കാത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്ന ചിറ്റൂരാണ്, ഹൈന്ദവ മാത്രം താമസിക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഒരു സ്തോത്ര ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ അവിടെയുള്ള ഒരു BJP ഉള്ള ഒരാളാണ്. അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിൻ്റെ ഓണറാണ്. അദ്ദേഹം വന്ന് ഒരു പൊന്നാട അണിയിച്ചു. അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. എന്താണ് എൻ്റെ കാരണം? അദ്ദേഹം ഒരു ലെറ്ററും ഒരു കത്തും എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് ഓർപ്പിച്ചത്, ആ ദേശത്ത് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിന്നില്ലായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്നു. ഞാൻ ഓർപ്പിച്ചത്, നാം എവിടെയായിരിക്കുന്നുവോ അവിടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് അറിയാതെ കൊണ്ടാൻ കഴിയും. യേശുവിനെ നോക്കുക. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ആ കാര്യം പറയുന്നുണ്ട്. 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവനെക്കുറിച്ച് വായിക്കുന്നത്, അവൻ പവിത്രനാണ്, നിർമ്മലനാണ്, നിർദോഷനാണ്, പാപമില്ലാത്തവനായ ഒരു വ്യക്തി മാത്രമേ ലോകത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി ഇവിടെ നാം കേൾക്കുന്ന വാക്ക് അത് മാത്രമാണ്. യേശുവിനെ നോക്കുമ്പോൾ അവൻ്റെ മഹത്വം വെളിപ്പെടാൻ കഴിയും. ദൃഷ്ടാന്തമായിട്ടൊന്നും കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നാം കാണുന്ന മറ്റൊന്നാക്ക് യേശുവിനെ അടുത്ത 3-ാം വാക്യം ഇവിടെ ഒന്ന് വായിക്കാം. അപ്പോൾ ക്ലിയറാകും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. ഇവിടെ നാം വായിക്കും, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങാവുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ 3 പ്രാവശ്യം മരണത്തോട് മല്ലടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കഴിഞ്ഞൊരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു മരിച്ചു പോകുന്നു. എന്നാലും നിങ്ങൾ മുൻപാകെ ജീവനോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ ദൈവം വലിയ കൃപ നൽകി. അത് ഓർത്തുകൊണ്ട് സ്തോത്രം. അവിടെ നിന്ന് കയറുമ്പോൾ അല്പം പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നാം ഓട്ടത്തിൽ നോക്കേണ്ടത് യേശുവിന് ലക്ഷ്യമുണ്ടായിരിക്കണം. ഒടുവിലായിട്ടൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യേശുവിന് ഉള്ളിൽ നമുക്ക് കഷ്ടതയുണ്ട്. എനിക്ക് 8 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടെ. ഞാനിന്ന് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് അനേക സ്ഥലങ്ങളിലേക്ക് ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചത്, കർത്താവ് ബലം തരുന്നു, ശാരീരികമായിട്ടല്ല. പൗലോസൊക്കെ പറഞ്ഞു, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും അകമയുള്ള മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അകമയുള്ള മനുഷ്യനാണ് പുഷ്ടിപ്പെടേണ്ടത്. നാം ഇന്ന് പുറമേയുള്ള മനുഷ്യന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത്. എന്നാൽ അകമയുള്ള മനുഷ്യന് വേണ്ടി ആ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. യേശുവിനെ ഉള്ളിൽ ധ്യാനിക്കുക. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് സ്തേഫാനോസ് എന്നാണ്. ആ സ്തേഫാനോസ് താൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ട് യഹൂദന്മാർ വന്ന് കല്ലെറിഞ്ഞ് കൽക്കഷ്ണങ്ങൾ വാരിയെടുത്തെറിഞ്ഞ് താൻ അവശ്യ നിലയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അപ്പോഴും ഒരു ഏറ് നിർത്തിയിട്ടില്ല. തല തൊട്ട് പാദം വരെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. വേദന കൊണ്ട് പൊളയുന്നതായിരിക്കുന്ന സ്തേഫാനോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ എത്തുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ദുഃഖത്തിൽ നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്, മറ്റെവിടേക്കുമല്ല. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു തുറന്ന സ്വർഗം ദർശിക്കണം. ഒരു തുറന്ന സ്വർഗം ദർശിക്കുവാൻ തീർന്നു. യേശു കർത്താവ് എതിരേൽക്കാൻ നിൽക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. വേദന കൊണ്ട് പുളയുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്, മരിച്ചു പോവുകയാണ്, രക്തസാക്ഷിയെ തീരുകയാണ്, 1ാമത് രക്തസാക്ഷിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയപ്പെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി, ഒരു തുറന്ന സ്വർഗം, യേശു തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്ന കാഴ്ച കണ്ട് തൻ്റെ ഹൃദയം അതേ സന്തോഷിക്കുകയുണ്ടായിരുന്നു. എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത ഉണ്ടായെന്ന് തോന്നേക്കാം, പ്രതികൂലങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിച്ചു തോന്നേക്കാം. എന്നാൽ നടുവിൽ നമ്മെ കൈവിടാത്തനായിരിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഈ കർത്താവിന് വേണ്ടി നമ്മെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നാം ചിന്തിച്ച ഭാഗം ഒന്നുകൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവിടെ നാം വായിച്ചത് ആകയാൽ അവിടെ നാം എബ്രായന് 12-ാം അധ്യായം ഇത്ര സാക്ഷിയെടുത്ത് വലിയൊരു സംഭവം നിങ്ങൾക്ക് ചുറ്റി നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടു നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ക്രിസ്തുവിനാൽ നിറയപ്പെട്ട ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഹൃദയം ക്രിസ്തുവിനാൽ നിറയപ്പെടുവാൻ, അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ, ഈ ക്രിസ്തു ജീവിതത്തിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും നൽകി നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇവിടെ വരുവാനും നമ്മളെല്ലാവരും കണ്ട് സന്തോഷിക്കുവാനും ഇങ്ങനെ എന്നെ ക്ഷണിച്ച് ഇങ്ങനെ ശുശ്രൂഷ ഏൽപ്പിക്കുവാനും പ്രിയ ബിജുവിനെ ഇടയാതോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അവർ 6 വർഷം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചവരാണ്. ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ലഭിച്ച കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുന്നതിനും നാം അതനുസരിച്ച് ജീവിതം നയിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ. തിരുനാമം എന്നേക്കും പാരിലെന്റെ ജീവകാലമെല്ലാം പാട്ടിടും ഞാൻ സ്തോത്രഗീതം പാടി, പാട്ടിടും ഞാൻ സ്തോത്രഗീതം പാടി.
കർത്താവിനാ എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തനെന്റെ ദൈവ പൈതലാക്കി മാറ്റി എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തനെന്റെ ദൈവ പൈതലാക്കി മാറ്റി സന്തരങ്ങൾ തീർന്നെന്നാകയാൽ ഞാൻ പാടും സന്തോഷത്തിൽ സംഗീതമുച്ചത്തിൽ സന്തോഷങ്ങൾ തീർന്നെന്നാകയാൽ ഞാൻ പാടും സന്തോഷത്തിൽ സംഗീതമുച്ചത്തിൽ കർത്താവിനാൽ പാരിന്റെ ജീവകാലമെല്ലാം പാർത്തിടുന്ന സ്തോത്രഗീതം പാടി പാർത്തിടുന്ന സ്തോത്രഗീതം പാടി കർത്താവിനാൽ ആകുലങ്ങൾ തിങ്ങിടുന്ന നേരം എന്നിലാശ്വാസം പകർന്നു നാഥൻ കാക്കും ആകുലങ്ങൾ തിങ്ങിടുന്ന നേരം എന്നിലാശ്വാസം പകർന്നു നാഥൻ കാക്കും ആപത്തിയെല്ലാം മാറാതെ തന്നെ ആടിയേറ്റ പാണിയാത്ത താങ്ങും ആപത്തിയെല്ലാം മാറാതെ തന്നെ ആടിയേറ്റ പാണിയാത്ത താങ്ങും കർത്താവിനാൽ പാടിയെന്റെ ജീവകാലമെല്ലാം പാത്തിരുന്ന സ്തോത്രഗീതം പാടി പാത്തിരുന്ന സ്തോത്രഗീതം പാടി കർത്താവിനാൽ വാട്ടമാലിന്യമില്ലാത്ത നാട്ടിൽ നിത്യ വീട്ടിൽ ചെന്നു ചേരും നാൾ വരെയും വാട്ടമാലിന്യമില്ലാത്ത നാട്ടിൽ നിത്യ വീട്ടിൽ ചെന്നു ചേരും നാൾ വരെയും വീരനെ കയ്യിൽ വിശ്വസ്തനായി കാത്തു വിശ്വാസത്തിൻ നായകൻ നടത്തും വീരനെ കയ്യിൽ വിശ്വസ്തനായി കാത്തു വിശ്വാസത്തിൻ നായകൻ നടത്തും കർത്താവിനാൽ പാരിലെന്റെ ജീവകാലമെല്ലാം പാത്തിരുന്ന സ്തോത്രഗീതം പാടി പാത്തിരുന്ന സ്തോത്രഗീതം പാടി സ്വർഗീയപിതാവേ തിരുനാമത്തിനിടെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപോലെ ഈ സന്ധ്യാസമയത്ത് ഞാൻ കടന്നു വന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് സഹായിക്കാനായി നന്ദിയോടെ സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഖിയെ കർത്താവ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന നല്ല സുഹൃത്തുമാരും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈശ്വരർ ജ്യോതിസവനോർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൽ എപ്പോഴും സന്തോഷമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ക്ലാസ്സുകൾ വീണ്ടും ഞങ്ങൾക്ക് കേൾക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ ദൈവം പ്രിയദാസനെ അങ്ങ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നന്ദിയോടെ സ്തോത്രം. അനേക ആശ്വാസ ഗാനങ്ങൾ എഴുതുവാൻ പ്രിയദാസനെ അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് ശാരീരികമായും മാനസികമായി തളരുമ്പോൾ തന്റെ ആശ്വാസ ഗാനങ്ങൾ പാടി ആശ്വസിപ്പാൻ എളിയോടായി ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും ദൈവമേ ധാരാളമായി എടുത്ത് ഉപയോഗിക്കണം. ദീർഘായുസോടെ തൃപ്തി വരുത്താം. ദൈവമേ ആരോഗ്യവും ബലവും നൽകണം. അതുപോലെ സജീവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ തുണയായിട്ട് കൂടെ നടപ്പാനും ദൈവത്തിന്റെ വേലയില് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിപ്പാനും പ്രിയദാസനെ അങ്ങ് ഒരുക്കിയിരിക്കുക. നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തെ കൃത്യമായി അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ചെറിയ കുടിവരവ് വരും ദിവസങ്ങളിൽ നെന്മാറ പട്ടണത്തില് ഒരു ദൈവത്തിന്റെ നല്ലൊരു സമയം ഉണ്ടാകുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. എന്നായി തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങ് കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ല കർത്താവെ. അങ്ങയുടെ ഭണ്ഡാരങ്ങളിലൊന്നിനും കുറവില്ല. എല്ലാം തക്ക സമയം നൽകി പ്രിയദാസനെ നടത്തണമേ. അതുപോലെ കർത്താവെ വിഷയോർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന നല്ല ആത്മീയ കാഴ്ച
കാഴ്ചപ്പാടുകൾക്കായി നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടിയിരുന്ന എല്ലാ സഹോദരന്മാരെയും ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് വിശേഷാൽ ഈ ഭവനത്തിന്റെ ഓണറെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ അമ്മച്ചിയോട് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന നല്ല ആത്മീയ കാഴ്ചപ്പാടിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വരവിൽ ഞങ്ങൾ എല്ലാവരും കാണപ്പെടുവാൻ ദൈവമേ നീ സഹായിക്കണമേ. വിശേഷാല് ഈ ഹൗസിന്റെ ഓണറുടെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണരക്ഷയിലേക്ക് കടന്നു വരുവാൻ പ്രിയദാസനെ അങ്ങ് സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ തന്റെ മനസ്സിനോട് കർത്താവെ സംസാരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകരെ നിത്യത്തില് കർത്താവ് ഈ ക്ലാസ്സുകൾ മുഖാന്തരം കാണപ്പെടുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന നാളുകളായിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. വിശേഷാല് ബിജുവിനെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു കൊടുക്കണം. എല്ലാ സഹോദരന്മാർക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൂരത്തു നിന്നും ചേർന്ന് കടന്നു എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളെ ഞങ്ങൾ പരിഗണിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ അങ്ങ് വരും ദിവസങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകള്, ഞങ്ങളുടെ വായിൽ വരുന്ന വാക്കുകള്, ചിന്താമണികളിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ഹിതപ്രകാരമായിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അതിനായി തന്ന വലിയ കർത്താവ് തന്റെ വചനത്തിലൂടെ നൽകിയ നല്ല ഉപദേശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ പരിഗണിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയില്ലാതെ കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. സർവം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കും. കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശുദ്ധ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മേലും വിശുദ്ധ ദൈവജനം ശുശ്രൂഷ ദേവദാസന്റെ മേലും കേട്ടവരായ നാം ഓരോരുത്തരുടെ മേലും ലോകമെമ്പാടുമുള്ള ദൈവങ്ങളുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ ഉണ്ടായിരുമാറാകട്ടെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം.